2 ദിവസം മുൻപ് UPS പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ അതേ കാഷ്വാലിറ്റി ബ്ലോക്കിൽ തന്നെയാണ് ആശങ്കയുടെ പുക ഉയർന്നത്. അടുത്തിടെ തുറന്നു പ്രവർത്തിച്ച 6-ാം നിലയിലെ 14-ാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇന്ന് പുക ഉയർന്നത്. ഇലക്ട്രിക്കൽ വിംഗ് തിയേറ്ററിൽ പരിശോധന നടത്തുമ്പോഴാണ് പുക ഉയർന്നതെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. തിയേറ്ററിന്റെ ഇതുവരെ യൂസ് ചെയ്യാത്ത സ്ഥലത്താണ് ഒരു റൂമിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എല്ലാ പ്ലഗ് ബൈ ഓരോ പോയിന്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് അത് കൺസീൽഡ് ആയിരുന്നു. ഇന്ന് അപകടം നടക്കുമ്പോൾ രോഗികളാരും കാഷ്വാലിറ്റിയിൽ ഇല്ലെന്നായിരുന്നു പ്രിൻസിപ്പൽ വിശദീകരിച്ചത്. എന്നാൽ അപകട സമയം 3-4 നിലകളിലായി 30ഓളം രോഗികൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തമായിരിക്കുള്ള ആളുകളുണ്ട്. അവർ താങ്ങി പിടിച്ച് ഞാൻ സഹായിക്കാണ്ട് എല്ലാം പിടിച്ച് എന്നെ പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ എല്ലാം പിടിച്ച് ഞാൻ ഇറക്കി കൊടുത്തു. ഇവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ നിലകളിൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാണ് രോഗികളെ പ്രവേശിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ പിന്നീട് വിശദീകരിച്ചു. പേഷ്യന്റ് കിടക്കുന്ന 3-4 അല്ലേ, ഇത് 6-ാമത്തെ നിലയിൽ തിയേറ്റർ കോംപ്ലക്സിൽ ഒരു റൂമിൽ മാത്രമാണ്. അപ്പോൾ അവർ അത് രാവിലെ കൊണ്ടുവന്ന വാർഡിൽ തന്നെ തിരിച്ച് അതവർക്ക് കംഫർട്ടബിൾ സോൺ എന്നുള്ളതിൽ സൂപ്രണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ഇലക്ട്രിസിറ്റിയുടെ അവരുടെ കൺകറൻസോട് കൂടിയിട്ട് മാറ്റിയതാണ്. അതും സ്റ്റേബിളായ പേഷ്യന്റ് മാത്രമേ അദ്ദേഹം അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. അധികൃതരുടെ വീഴ്ച ആരോപിച്ച് കാഷ്വാലിറ്റിക്ക് മുന്നിൽ പ്രതിഷേധമുയർന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കത്തയക്കുമെന്ന് MK രാഘവൻ MP. ഇവരെല്ലാം തന്നെ ആശങ്കയിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് ആർക്കും കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല. അത് നിർമ്മാണ രംഗത്ത് വല്ലതും വന്നിട്ടുണ്ടോ, അതും കൂടെ ആലോചിക്കുന്ന വിഷയമാണ്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ വയറിംഗ് സംവിധാനം ഒട്ടും സുരക്ഷിതമല്ലെന്ന് വ്യക്തമാവുകയാണ്. തുടർച്ചയായി പുക ഉയർന്നതിലൂടെ പൊതുജനങ്ങൾക്കുണ്ടായ ആശങ്ക അകറ്റാൻ സർക്കാരിന്റെ അടിയന്തര നടപടിയാണ് ആവശ്യം. ഇംതിയാസ് കരീമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.